ആഴ്ചപ്പാട്, അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തികൾ പുകഞ്ഞു തുടങ്ങിയിട്ട് ദിവസങ്ങളായി. നാം ഒരു യുദ്ധത്തിൻ്റെ പാതയിലേക്കാണോ? പാകിസ്ഥാൻ എന്തുകൊണ്ടായിരിക്കും വീണ്ടും ഈ അടികൾ ഏറ്റുവാങ്ങുന്നത്? ഒരു ഭീകര രാഷ്ട്രത്തിൻ്റെ ദുർവിധിയായി നമുക്കിതിനെ കാണേണ്ടതുണ്ട്. ഇന്നത്തെ ചർച്ച ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ശ്രീ ബഷീർ പി എ. അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റാണ്. സ്വാഗതം സാർ. സാർ, നമ്മുടെ ചർച്ചാ വിഷയം ഇന്ന് യുദ്ധമാണ്. പ്രധാനമായിട്ടും നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സത്യത്തിൽ ഏപ്രിൽ 22-ാം തീയതി, കഴിഞ്ഞ മാസം ഏപ്രിൽ 22-ാം തീയതി കാശ്മീരിലെ പഹൽഗാമിലാണ് ഭീകരവാദികളുടെ ആക്രമണം നടന്നത്. അത് 26 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവ് എന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. സത്യത്തിൽ പാകിസ്ഥാൻ ഒരു യുദ്ധം എന്ന് ഇപ്പോഴും നമുക്ക് പറയാറായിട്ടില്ലെങ്കിൽ പോലും ചോദിച്ചു വാങ്ങുകയായിരുന്നു. ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ശരിക്കും ഒരു തീവ്രവാദ സംഘടനയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് നമുക്കത് കാണാൻ കഴിഞ്ഞത്. പഹൽഗാമിൽ പോയ ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൂറിസ്റ്റുകളാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകുമ്പോൾ, നമ്മുടെ രാജ്യത്ത് ടൂർ പോകുമ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു സന്ദർഭം ഉണ്ടാകുമെന്ന് വിചാരിച്ചല്ല നമ്മൾ ടൂർ പോകുന്നത്. അവിടെ അതിൽ വ്യത്യസ്തമായി ഭീകര ആക്രമണം ഉണ്ടാവുകയാണ് ചെയ്തത്. അത് ഇന്ത്യയിൽ നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ അതിനെ അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കി. അത് ശരിക്കും ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നമുക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. അതിന് ആവശ്യമായ രീതിയിൽ തന്നെ പഠനങ്ങൾ നടത്തി ഇന്ത്യ അതിന് തക്കതായ രീതിയിൽ മറുപടി നൽകുകയും ചെയ്തു. എന്നിട്ട് പാകിസ്ഥാൻ ഭരണകൂടം അതിനെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും രംഗത്ത് വരികയും ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ അവർ പഠിച്ചിട്ടില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങ് പറഞ്ഞ അത്രയും ശരിയാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കാണ്. ആ ഒരു സംവിധാനം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിലനിൽക്കുന്ന രാജ്യങ്ങൾ ലോകത്ത് അപൂർവമായി തന്നെയാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും നമ്മൾ ആ സംവിധാനത്തിന് പോറൽ പോലും ഏൽക്കാതെ കൊണ്ടു നടക്കുകയാണെന്ന് അങ്ങ് പറഞ്ഞതുപോലെ പാകിസ്ഥാൻ പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. തന്നെയല്ല, ഒരു കാര്യം അങ്ങ് സൂചിപ്പിച്ചല്ലോ, ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ പല പേരുകളിലാണ് പാകിസ്ഥാൻ ആ രംഗത്ത് അറിയപ്പെടുന്നത്. ഇന്നിപ്പോൾ വരുന്ന റിപ്പോർട്ടൊക്കെ അനുസരിച്ച് 45ഓളം ഭീകര സംഘടനകൾ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നു. അത് ഗവൺമെന്റിന്റെ അനുവാദത്തോടെ പ്രവർത്തിക്കുന്നു എന്നാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണല്ലോ, നമ്മൾ അവിടെ ഫൈറ്റിംഗ് നടത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ തീവ്രവാദി സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രമാണ് ആക്രമിച്ചത്. ആക്രമിക്കപ്പെട്ട സ്ഥലത്ത് വന്നത് ഭരണകൂടങ്ങളാണ് വന്നത്. ഒരിക്കലും ഒരു രാഷ്ട്രത്തെ അങ്ങനെയുള്ള സപ്പോർട്ടുകൾ കൊടുക്കാൻ പാടില്ലാത്തതാണ്. അത് ഒന്നല്ലെങ്കിൽ അവിടെ ഇവിടെ നമ്മൾ പഴഞ്ചൊല്ല് പറയാവുന്നതുപോലെ കടല വറുത്ത് വിൽപ്പന നടത്തുന്ന ഒരാളുടെ ബുദ്ധി പോലും ഇല്ലാത്ത ഒരു ഭരണകൂടമാണ് പാകിസ്ഥാനിലുള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും അങ്ങനെ ഒരു ഭരണകൂടം ഉണ്ടോ അവിടെ? ഉണ്ടോ എന്നൊരു സംശയത്തിലാണ്. അത് ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഷെരീഫിന് നേതൃത്വത്തിൽ ഒരു സംവിധാനം ഉണ്ട്, ഭരണ സംവിധാനം. അതിൻ്റെ അപ്പുറം പട്ടാള മേധാവികൾ ഭരിക്കുന്ന ഒരു സംവിധാനം, അതിനപ്പുറത്ത് ഭീകരവാദികൾ ഭരിക്കുന്ന ഒരു സംവിധാനം, ഇതെല്ലാം കൂടി കൂടിക്കലർന്ന ഒരു സമ്മിശ്ര ഭരണ സംവിധാനമാണ് അവിടെ ഉള്ളത്. ഏകദേശം ഒരു 20 വർഷക്കാലം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഭരണം തന്നെ എപ്പോഴും ഒരു തുറാസിൽ തൂങ്ങി നിൽക്കുന്ന മട്ടിലാണ്. കാരണം അവിടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമല്ല, അവിടുത്തെ രാജ്യത്തിന് വേണ്ടിയുള്ള ഭരണമല്ല അവർ നടത്തുന്നത്.
അവരിങ്ങനെയുള്ള ടെററിസ്റ്റുകളെ വളർത്തിയെടുക്കുക, മറ്റുള്ള രാഷ്ട്രങ്ങളിൽ അല്ലെങ്കിൽ അയൽവക്കത്തെ രാജ്യങ്ങളിൽ പോയിട്ട് ഷെല്ലാക്രമണം നടത്തുക, അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റം നടത്തുക, ഇതവരുടെ സ്ഥിരം പല്ലവിയാണ്. നമ്മൾ സഹിക്കാവുന്നതിൻ്റെ അപ്പുറം ഇന്നത്തെ ഒരു കാഴ്ചപ്പാട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാവുന്നതിനപ്പുറം ഇന്ത്യ സഹിച്ചു കഴിഞ്ഞു. കാരണം ഇവരെ പോലെയുള്ള ഈ ചെറിയ ഞാഞ്ഞൂളിൻ്റെ അടുത്ത് പോയി ഒരു വിഷയമുണ്ടാക്കുകയും ഇന്ത്യ എന്ന പോലത്തെ മഹാരാഷ്ട്രത്തിൻ്റെ ഒരു സൽപ്പേര് നഷ്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു രീതിയിലും വളരെ വളരെ നമുക്ക് നഷ്ടപ്പെടുത്താനൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരുപാട് ആലോചിച്ച് വർഷങ്ങൾ നീണ്ട് ഇവർ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴെല്ലാം ഒരു സമാധാനപരമായി പോവുകയും ഒക്കെ ചെയ്തു. നമ്മുടെ സൈനികർ ഇതിനു മുമ്പ് ഒരുപാട് വധിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഇവരാലാണ്. അതിനെല്ലാം നമുക്ക് തക്കതായ ഒരു മറുപടിയാണ് ഈ പ്രാവശ്യം നമ്മൾ നൽകിയിട്ടുള്ളത്. ഇനിയും അവർ അടങ്ങിയില്ല എങ്കിൽ നമ്മൾ തിരിച്ചടിക്കുന്നതിന് നമ്മുടെ സൈന്യം വളരെ സജ്ജമാണ്. അത് ഇന്ത്യ ഒട്ടും പുറകോട്ടല്ല. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അണിനിരക്കും ഇതിന്റെ കൂടെ. ക്ഷമയുടെ നെല്ലിപ്പലക അങ്ങ് സൂചിപ്പിച്ചത് എത്രയോ ശരിയാണ്. 1925 ആകുമ്പോഴേക്കും 100 ആക്രമണങ്ങൾ നമ്മളെ ആക്രമിച്ചിട്ടുണ്ട്. 100ഒന്നുമല്ല, അതിന്റെ മേലിൽ ആക്രമണങ്ങളൊക്കെ വെച്ച് തന്നെ. പക്ഷെ പ്രധാനമായിട്ട് ഏതാണ്ട് 8 ആക്രമണങ്ങളാണ്. 1947, 65, 71, 84 ഇങ്ങനെ തുടരുകയാണ് 99 ആയിട്ട്. അങ്ങനെ 8ഓളം പ്രധാന ആക്രമണങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ അതിൽ 71 സൈനിക നടപടിയാണ് യഥാർത്ഥ നടപടി. കറാച്ചി, നമ്മൾ ലാഹോർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നമ്മൾ ആക്രമിച്ച് കിടക്കുകയുണ്ടായി. പക്ഷേ നന്നായി ആഘാതം കൊടുക്കുകയുണ്ടായി. അതിനുശേഷം ഒരു സൈനിക നടപടിയെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പാടില്ലെങ്കിൽ പോലും അവിടെ കടന്നു കയറി ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ച ഒരു സൈനിക നടപടി ഇപ്പോഴാണ് നമ്മൾ ഇന്നും ഇന്ത്യ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സാധാരണ ആളുകളെയോ അല്ലെങ്കിൽ ഒന്നും കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്തിട്ടില്ല. ഇപ്പോഴും അവർ ചെയ്തത് അവിടെ ടെററിസ്റ്റുകൾ താമസിക്കുന്ന ഏരിയയിൽ പോയി ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ എന്തൊക്കെയോ കുറെ പേരുകളുണ്ട്, അത് പറയപ്പെടുന്ന ആളുകളുടെ കേന്ദ്രങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അവിടെ ബോംബിങ് നടത്തിയത്. അപ്പം ലഷ്കർ തോയ്ബ, ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ജെയ്ഷെ മുഹമ്മദ്, അങ്ങനെ തുടങ്ങിയ കുറെ. അപ്പൊ ഇതിനെല്ലാം അവിടെ നട്ടു വളർത്തുക എന്നുള്ളത് ഒരു പാകിസ്ഥാനെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് ഒരിക്കലും ഒരു മറ്റ് സാധാരണക്കാരായ ജനങ്ങൾ ജീവിച്ചു പോകുന്നവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിക്കുന്നത് അവിടുത്തെ ഭരണകൂടം തന്നെയാണ്. ഇവരിപ്പം ഇത്രയും ദിവസം കാത്തിരുന്നു. നമ്മളിവിടെ വന്ന് വെടിവെച്ചു നമ്മുടെ 28ഓളം സഹോദരങ്ങളെ വധിക്കപ്പെട്ടപ്പോൾ അതിൽ പല അവിശ്വാദികളും ഇവിടെ പറഞ്ഞുണ്ടാക്കി. ഒരു തീവ്രവാദി സംഘടന കയറി വന്നിട്ട് മറ്റുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളൊന്നും പറയുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ രാജ്യത്ത് ഏറ്റവും വലിയ ചിത്രത ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെട്ട ഒരു സമീപനമാണ്. അതിനാണ് അവർ പാലൂട്ടുന്നതെങ്കിൽ അവർക്ക് ഇതൊന്നും പോരാ, ഇനിയും അവർ പഠിക്കാനുണ്ട്, ഇനിയും അവർ കൂടുതൽ പ്രതിസന്ധി നേരിടേണ്ടി വരും എന്നാണ്. തീർച്ചയായിട്ടും അവർ പഠിക്കണം. ഇന്ത്യയുടെ ഹൃദയം മതേതര ഹൃദയമാണ്. ആ കാര്യത്തിൽ ഒരു അതിനകത്ത് അത് വിള്ളലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഏപ്രിൽ 22 ആ ക്രൂരമായ വർഗീയപരമായ നടപടിക്ക് ശേഷം ഇന്ത്യയിൽ ഒരു ഛിദ്രാവസ്ഥ ഉണ്ടാകാതിരുന്നത്. കാരണം ഇന്ത്യയുടെ ഹൃദയം തീർച്ചയായിട്ടും ആരും വിശ്വസിക്കുന്ന പോലെ അല്ലെങ്കിൽ പുറത്ത് പറയുന്നത് പോലെ അതിനേക്കാളും അപ്പുറത്ത് മതേതരമാണ്. കാരണം അത് നമ്മൾ ആ രീതിയിലാണ് ഇന്ത്യയെ മോൾഡ് ചെയ്തെടുത്തത്. നമ്മുടെ ഭരണഘടനയും അങ്ങനെയാണ്. അപ്പോൾ പാകിസ്ഥാൻ അത് പഠിച്ചില്ല എന്ന് അങ്ങ് ആദ്യം സൂചിപ്പിച്ചത് എത്രയോ ശരി. ഞാൻ പറയാൻ വന്നത്, അപ്പോൾ ഈ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി എവിടെയെന്ന് അറിയത്തില്ല, സൈനിക മേധാവി എവിടെയെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഒളിച്ചോടുന്ന ഒരു ഭരണ സംവിധാനത്തിൽ ഇരുന്നു കൊണ്ടാണ് അവർ ഈ അതിർത്തി ഇപ്പോഴും നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഒരു കാര്യം മറന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ശരിക്കും എന്താ അതിൻ്റെ ഒരു എന്താ പറയുക, അവര് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ അവർ നോക്കി കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അവരുടെ വിചാരം ഇപ്പോഴും 1971 ഇതാ. 1971 നമ്മൾ ജനിക്കുന്നതിന് മുമ്പാണ്. അന്നത്തെ യുദ്ധത്തിൽ പോലും ഇവർ പരാജയപ്പെട്ട് ഓടി മറിഞ്ഞ ആളുകളാണ്. അല്ല, എന്ന് മാത്രമല്ല, അന്ന് പൂർവ്വ പാകിസ്ഥാൻ ആയിരുന്നു. ഇന്ന് ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്നതിനെ പ്രത്യേക രാഷ്ട്രമായി പ്രഖ്യാപിച്ച് കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള ഒരു ആളുകൾ കയറി വന്നിട്ട് ഇത്രയും വലിയ ഒരു രാജ്യത്ത്, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ നേരിടാനെന്ന് പറഞ്ഞാൽ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഭീകരവാദികളുടെ കൈപ്പിടിയിൽ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അവർ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ അവിടെ ഇവർക്ക് ഭരണത്തിലിരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അവിടെ ജീവിച്ചു പോകുന്നതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് നമ്മൾ പുറമേ നിന്ന് ചിന്തിക്കുമ്പോഴും ഈ ഭീകര സംഘടനകൾക്ക് അവിടെ ഉറച്ചു നിൽക്കാനുള്ള ഒരു വഴിയൊരുക്കി കൊടുത്തില്ലെങ്കിൽ അവിടെ ഭരണത്തിലിരിക്കുന്ന അവിടെ പട്ടാള അട്ടിമറിയാണല്ലോ അവിടെ നടക്കുന്നത്. ലക്ഷക്കണക്കിന് ഡോളറുകൾ
ആണ് ഇതിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രൂപയാണ് ഇതിനു വേണ്ടിയിട്ടൊക്കെ ചെലവഴിക്കപ്പെടുന്നത്. എന്നിട്ട് ഈ രാജ്യം പട്ടിണിയിലാണെന്ന് ഓർക്കണം. അല്ല അത് സാധാരണ ജനങ്ങൾ ഇപ്പോഴും പട്ടിണിയിലാണ്. പട്ടിണിയിലാണ്. അവർക്ക് ഇപ്പോഴത്തെ നമ്മൾ ഡാം അവിടെ തടയപ്പെട്ടു, ജലം വിച്ഛേദിക്കപ്പെട്ടു. ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ കർഷകരായ ജനങ്ങളാണ് ഇപ്പോൾ അവിടെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇത് ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഇതിനെല്ലാം നിയന്ത്രിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇതിനെല്ലാം സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാനും കഴിയാത്ത ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ രാഷ്ട്രം, അല്ലെങ്കിൽ അവിടുത്തെ ഭരണം നടത്തുന്നവർ ഇതിനെയൊന്നും ബുദ്ധിപരമായി നേരിടാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു യുദ്ധം കൊണ്ട് മറ്റൊരു രാജ്യത്ത് കീഴ്പ്പെടുത്താൻ പോകുന്നത്, അല്ലെങ്കിൽ യുദ്ധം കൊണ്ട് അവിടെ വിജയിക്കാൻ പോകുന്നത്? അപ്പൊ അവർ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് യുദ്ധത്തിനോട് താല്പര്യമില്ല, പക്ഷെ നിങ്ങൾ പ്രകോപനം നടത്തി അതിന് മാന്യമായ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്മാറും. നമ്മുടെ ടെററിസ്റ്റുകളെ മാത്രമാണ് കൊല്ലാൻ ഉദ്ദേശിച്ചത്. നമ്മൾ വളരെ ആക്യുറേറ്റ് ആയിട്ടാണല്ലോ അത് ചെയ്തത്. നമ്മുടെ ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളരെ കണിശമായി നിശ്ചിതമായി നമ്മളത് ചെയ്തു. ഭീകരർ 100 പേരിലധികം മരിച്ചിട്ടുണ്ട്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ അവരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് ഉദ്യോഗസ്ഥന്മാരാണ്, സൈനിക ഉദ്യോഗസ്ഥന്മാരാണ്. അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ഇവർക്ക് നിലനിൽക്കണമെങ്കിൽ, ഭരണകൂടം നിലനിൽക്കണമെങ്കിൽ ഇവർക്ക് ഇങ്ങനെയുള്ള ആളുകളെ അവിടെ സംരക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് നമ്മളെ പോലെയുള്ള മറ്റുള്ള ആളുകളെ പോലെയുള്ളവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ്, ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് അവിടുത്തെ ഭരണകൂടം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സിന്ധു നദി കരാറുണ്ടല്ലോ, അതാണ് നമ്മൾ ആദ്യം റദ്ദ് ചെയ്യാനുള്ള തീരുമാനം എടുത്തത്. ഇപ്പൊ ഇന്ന് രാവിലെ നമ്മൾ സലാൽ അണക്കെട്ട് തുറന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ജലം കൊടുക്കാതെയും ജലം കൊടുത്തും 2 രീതിയിൽ നമ്മൾ പരീക്ഷണം നടത്തുന്നുണ്ട്. കാരണം നമ്മുടെ അധികാര പരിധിയിലാണല്ലോ അത് ഉള്ളത് എന്നുള്ളത് കൊണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും പാഠം പഠിക്കാത്ത പാകിസ്ഥാൻ എത്രയോ തവണയായി ഇന്ത്യക്ക് മേലൊരു ആക്രമണം നടത്തി വിജയിക്കാമെന്ന് കണക്ക് കൂട്ടുന്ന അവരുടെ ചിന്ത ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ. അത് തന്നെയല്ല, നമ്മളിപ്പോൾ വെള്ളം തുറന്നു വിട്ടത് നമ്മൾ ഈ കുറച്ച് ആളുകളെ ഉദ്ദേശിച്ച് മാത്രമല്ല, ഇന്ത്യ വിശാലമായ ഒരു മനസ്സും കൂടെ അതിനകത്ത് കാണുന്നുണ്ട്. കാരണം നമ്മൾ ആ വെള്ളം തുറന്നു വിട്ട് അവിടെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് അത് എത്തുമ്പോൾ അവർക്ക് ഒരു ആശ്വാസമാണ്. ആ ആശ്വാസത്തിന്റെ ഒരു കാറ്റ് നമുക്ക് ഇന്ത്യയും കിട്ടും. പക്ഷേ ഇവരെ പോലുള്ള ചില ടെററിസ്റ്റുകൾ അവിടെ ചെയ്തു കൂട്ടുന്ന പ്രതിസന്ധികളാണ് അവിടുത്തെ സാധാരണക്കാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു വലിയ യുദ്ധം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ പറയുന്നത്, ഇപ്പോൾ യുദ്ധം ഉണ്ടാക്കാൻ അങ്ങനെ ഒരു വിഷയങ്ങളിലേക്ക് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കും പ്രതിസന്ധികളുണ്ട്, നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ നമുക്കുണ്ട്. അപ്പൊ യുദ്ധത്തിനോട് ഒരിക്കലും ഒരു രാഷ്ട്രവും അനുകൂലിക്കുന്നില്ല. പക്ഷെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോകാനും പറ്റില്ല. ചരിത്രത്തിൽ നിന്ന് മനുഷ്യൻ പഠിക്കാത്ത ഒന്നാണല്ലോ ഈ യുദ്ധത്തിന്റെ പാഠങ്ങൾ. അത് സത്യമാണ്, അത് കാര്യത്തിൽ സംശയമില്ല. കാരണം വെച്ചാൽ യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല, തോൽവി മാത്രമേ ഉള്ളൂ, തോൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ആരും ജയിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. കാരണം നമുക്കുണ്ട് ഒട്ടേറെ നാശനഷ്ടങ്ങൾ, നമ്മുടെ പട്ടാളക്കാർക്കുണ്ട്, ഭാര്യയും മക്കളും അമ്മയും അച്ഛനും ഒക്കെ. അക്കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ ശത്രുവ് ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്ന് നമ്മുടെ നേതാക്കന്മാർ പറയുന്നത് പോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇത് ഇപ്പോഴും ശരിക്കും ഒരു യുദ്ധം എന്ന് പേര് വിളിക്കാറായിട്ടില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. ആയിട്ടില്ലല്ലോ ഇപ്പൊ പാകിസ്ഥാൻ അവിടെ ശല്യാക്രമണം നടത്തുന്ന കുറച്ച് ആളുകൾക്ക് നമുക്ക് അങ്ങനത്തെ ആളുകളെ, നമ്മുടെ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ചെയ്തു കൂട്ടുന്നത് അവർ വലിയൊരു ആപത്ത് വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവര് നമുക്കൊരു പരിധി വരെ ഉണ്ട് നോക്കി നിൽക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആക്രമിക്കപ്പെടുക. അവരുടെ യുദ്ധവിമാനങ്ങൾ ഇന്നലെ അതിർത്തി കടക്കാൻ ശ്രമിച്ചുവെന്ന് നമ്മൾ വെടിവെച്ചിട്ടെന്നും ഒപ്പം തന്നെ 9ഓളം മിസൈലുകൾ നമ്മൾ തകർത്ത് നിർത്തി, അതിന്റെയൊക്കെ വിഷ്വൽസ് വരുന്നുണ്ട്. അതുപോലെ ഡ്രോണുകൾ 10-50 ഒന്നും അല്ല, ഏതാണ്ട് 400ഓളം ഡ്രോണുകൾ അടിച്ചിട്ടുണ്ട്. അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള ഒട്ടേറെ ആക്രമണങ്ങൾക്ക് നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ അവര് ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് ഇന്നലെ നമ്മൾക്ക് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീവ്രവാദ സംഘടനകളെ നശിപ്പിച്ചപ്പോൾ അത് വളരെ കണ്ണിങ് ആയിട്ട് എടുത്ത ആ ഓഫീസർമാരെടുത്ത തീരുമാനങ്ങളും അവരുടെ ആ എന്താ പറയുന്ന കൃത്യനിഷ്ഠതയുമാണ് അതിനകത്ത് നമ്മൾക്ക് ആ വിജയം കൈവരിച്ചത്. ശരിക്കും അഭിമാനകരമായ ഒരു വിജയം. ആദ്യത്തെ തിരിച്ചടി തന്നെ വളരെ ആക്യുറേറ്റ് ആയിരുന്നു. അത് തിരിച്ചടിക്കേണ്ട സ്ഥലത്ത് തന്നെ തിരിച്ചടിച്ചു. ഇന്നലെ അവരുടെ വിമാനങ്ങളെ വെടിവെച്ചിട്ടതും ഒപ്പം തന്നെ മിസൈലുകളെ തകർത്തതും പ്രതിരോധിച്ചതും നമ്മുടെ സുദർശന ചക്ര എന്ന് പറയുന്ന പ്രതിരോധ ആയുധമാണ്. വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നത്. അപ്പൊ ഇന്ത്യയെ കുറിച്ച് ഓർക്കുമ്പോൾ, ഭാരതത്തെ കുറിച്ച് ഓർക്കുമ്പോൾ, ഈ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം മന്ത്രരംഗം എന്ന് പറയുന്ന നിമിഷങ്ങളായിരുന്നു ഇന്നലെയൊക്കെ. തീർച്ചയായിട്ടും അല്ലേ, ഏതൊരു മനുഷ്യനും ഒരു ഭാരതീയനെ നമുക്ക് അഭിമാനിക്കാവുന്ന സമയമായിരുന്നു അത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ടാളക്കാരനെ വെടിവെച്ച് കൊന്നിട്ട് അവന്റെ ഭാര്യയോട് പറയാണ്, നീ മുസ്ലിം ആണോ,
ഹിന്ദു ആണെന്ന് ചോദിച്ചിട്ടാണ് അവർ. അപ്പം മുസ്ലിം അല്ല എന്ന് പറഞ്ഞ ഇപ്പം അവളോട് ആ പുള്ളിക്കാരോട് പറഞ്ഞ അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞത്രേ, നിങ്ങൾ മോദിയോട് പോയി പറയാം. ഇതൊന്നും ഒരു രാഷ്ട്രത്ത് വന്നിട്ട് കയറി ഒരു 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 എന്താണ് ഒരു വലിയ അക്രമം നടത്തുക. നമ്മളിപ്പോ ഒരു ബോംബിട്ട് കൊല്ലുന്നതിന് തുല്യ. 250 കിലോമീറ്റർ കടന്നു കയറി ഇവിടെ വന്നിട്ട് അത് ഈ രീതിയിൽ വർഗീയത പറഞ്ഞുകൊണ്ട് കലിമ ചൊല്ലാൻ ചോദിച്ചിട്ട് അത് ചൊല്ലാൻ അങ്ങനെയുള്ള തികച്ചും വർഗീയമായ നിലപാട്, അത് ആശാസിയല്ലല്ലോ. അതല്ല അതിന് അപ്പം നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, കുതിര സവാരി നടത്തി ജീവിക്കുന്ന ആ ഒരു പയ്യൻ, അദ്ദേഹം ആ ടെററിസ്റ്റുമായിട്ട് ഏറ്റുമുട്ടി അതിലൊരുത്തൻ അദ്ദേഹത്തിനെ വെടിവെച്ച് കൊന്നു. ആ വീടിന്റെ ഏക അത്താണിയാണെന്ന് ആലോചിക്കണം. ഒരു ഭാര്യയും രണ്ട് മക്കളും ഫാദറും മദറും ഉൾക്കൊള്ളുന്ന ഒരു കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. എത്രയോ ദേശീയ ബോധമുള്ള ഒരു ദേശീയ മുസ്ലിമാണ് അദ്ദേഹം. ഒന്നാലോചിച്ച് നോക്കൂ. അപ്പൊ അത് അദ്ദേഹം വെടിയേറ്റ് മരിച്ചു. കാരണം അവര് ഭീകരവാദിക്ക് അവരുടെ ഇംഗിതത്തിന് ഒത്തു നിൽക്കാത്തവരെ ആരായാലും അവർ വിളിച്ചു, അവർക്ക് എന്നെ ആളൊന്നും. അപ്പൊ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ വാചകങ്ങൾ നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരോ നിർമ്മിച്ചു വിട്ടായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതാണ് അതിന്റെ പിന്നിൽ ആളുണ്ടല്ലോ, ആ കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷെ ഏതായാലും ഇവര് 100-200 കിലോമീറ്ററിലധികം കടന്നു കയറി ഇവിടെ വന്ന് ആളുകളെ ആക്രമിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പിന്നില് ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ കാശ്മീരിന്റെ പ്രത്യേക പദവിയൊക്കെ എടുത്തു കളയുകയും ഭരണഘടനാപരമായി മറ്റു രീതിയിൽ കാശ്മീർ സമാധാനപരമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ കണ്ടമാനം ടൂറിസ്റ്റുകൾ, വിനോദസഞ്ചാരികൾ ഇവിടെ, കാരണം ഇന്ത്യയിലെ ഒരു സ്വർഗം എന്നൊക്കെ പറയുന്നതാണല്ലോ കാശ്മീർ. അതിമനോഹരമായ ഭൂമിയാണ്, സ്വർഗം താണിറങ്ങി വന്നതോ എന്നൊക്കെ പാട്ടിലുള്ളതുപോലെ കാണുമ്പോൾ അത്രമാത്രം പ്രകൃതി ധാരാളിത്തം കാണിച്ചൊരു പ്രദേശമാണ്. ആ പ്രദേശത്തേക്ക് വിനോദസഞ്ചാരികളുടെ കൂട്ടമായി വിനോദസഞ്ചാരികൾ എത്തുകയായിരുന്നു. അങ്ങനെ എത്തുന്ന സമയത്താണ് ഇവർക്ക് സഹിക്കവയ്യാതെ ഇവർ ഇങ്ങനെ ഒരു കലാപം സൃഷ്ടിച്ചത്. ഏകദേശം നമുക്കിപ്പം കഴിഞ്ഞ നാളുകളിൽ വിലയിരുത്തി കഴിഞ്ഞാൽ 2 വർഷമായിട്ട് കാശ്മീരിലെ ടൂറിസ്റ്റിന്റെ എണ്ണം കൂടിയിരുന്നു. ടൂറിസ്റ്റിന്റെ എണ്ണം കൂടുകയും അവിടെയുള്ള ആളുകൾക്കൊരു ജീവിത സൗകര്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ സഹിക്കവയ്യാതെ അവിടുത്തെ ജനതയെ തകർക്കുക, നമ്മുടെ നാടിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം കയറിയിരിക്കുന്നതാണ്. പക്ഷെ ഇതെന്തായാലും നമുക്ക് ഒരിക്കലും ഇതിനെ ന്യായീകരിക്കാൻ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്കിപ്പം എത്ര കുഞ്ഞു രാഷ്ട്രമായാലും എത്ര പട്ടിണി രാഷ്ട്രമായാലും നമുക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ഇത് അവർ ചോദിച്ചു വാങ്ങിയതാണ്. അവർക്ക് കിട്ടുന്ന, അതായത് അവർ ഇനിയും മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ അവർ അതിക്രൂരമായ രീതിയിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾക്ക് വിലയിരുത്തുമ്പോൾ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ അല്ലെങ്കിൽ കൂടുതൽ ഈ പാകിസ്ഥാന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു 6 മാസമെങ്കിലുമായി അവർ ഈ തരത്തിൽ കാശ്മീരിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നതിൽ പ്രിപ്പറേഷനിലായിരുന്നു എന്നാണ് അറിയുന്നത്. അത് ബോധപൂർവ്വം അവർ സൃഷ്ടിക്കുകയും ഈ ഭീകര സംഘടനകളുടെ ഒത്താശയോടുകൂടി കടന്നു കയറി ഈ ആളുകളെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു യുദ്ധം ഇന്ത്യയുമായി വേണമെന്ന് തന്നെ ഈ ടെററിസ്റ്റുകൾ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ നിലനിൽപ്പ് ആവശ്യമാണ്. അവരുടെ നിലനിൽപ്പ് അവിടെ കുറഞ്ഞു വരുമ്പോൾ അവരിങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അത് മനസ്സിലാക്കുവാൻ വേണ്ടി ഭരണകൂടം തയ്യാറായില്ല എങ്കിൽ ആ രാജ്യത്ത് പിന്നെ മൊത്തത്തിൽ ഒരു പ്രതിസന്ധി നേടേണ്ടി വരും. അത് നമ്മുടെ ഇന്ത്യക്കാരുടെ കുഴപ്പം കൊണ്ടല്ല. അവരിപ്പോൾ തന്നെ ആഭ്യന്തര കലാപത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അവിടെ ഉള്ളിലുള്ള ചില സംഘടനകൾ ഇല്ലേ, അതുപോലാതെ ഈ ബലൂച്ച് എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ, അതെ, അതുമായി ബന്ധപ്പെട്ട് കുറെ മരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അവരിപ്പോൾ പിടിമുറുക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ മുതൽ അവിടെ ജനകീയ സമരം തുടങ്ങി കഴിഞ്ഞു. കാരണം ആർക്ക് വേണ്ടി? നമ്മുടെ ഇമ്രാൻഖാന് വേണ്ടി. ഇമ്രാൻഖാനെ പുറത്തു വിടണമെന്ന് പറഞ്ഞു. ഈ 20 വർഷത്തിനുള്ളിൽ അവിടെ നമ്മുടെ 20-25 വർഷത്തിനുള്ളിൽ ഇപ്പം ബനസീർ ഭൂട്ടോയുടെ മരണം, ഇത് ടെററിസ്റ്റുകൾ കൊല്ലുമായിരുന്നു. അവിടെ വന്ന് പ്രധാനമന്ത്രിമാരെ എല്ലാം 2 വർഷം 3 വർഷം കഴിയുമ്പോൾ അവർ ഏതെങ്കിലും ഒരു കേസ് പറഞ്ഞ് അകത്താക്കും. കാരണം തീവ്രവാദികൾക്ക് നിലനിൽക്കാൻ പറ്റാത്തുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന കാലത്ത് ഏതൊരു ഭരണാധികാരിയാണ് ഇരിക്കുന്നത്, അവരെ അകത്താക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഇവർക്കുണ്ട്. ഇവരെ അകത്താക്കിയില്ലെങ്കിൽ ഇവർ തന്നെ അവിടെ ബോംബ് വെച്ച് അവരെ കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്. പള്ളിക്കകത്ത് ബോംബുകൾ വെച്ച് മരിക്കുന്നു. ആരാണ് ബോംബ് വെക്കുന്നത്? ബോംബ് വെച്ചത് അവർ തന്നെ. ആര് വെച്ച്? ജയിച്ച മുഹമ്മദ് വെച്ചു, അല്ലെങ്കിൽ വേറൊരു സംഘടന വെച്ചു. ആരുടെ പള്ളിയിൽ വെച്ചു? അതേ സമുദായം തന്നെ, അതേ സംഘടനയിൽ താമസിക്കുന്ന ആളുകളെ ബോംബ് വെച്ച് കൊല്ലുക. അപ്പൊ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നാട്ടിലെ മുഴുവൻ ജനതയും കുരുതിക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥ കണ്ടിരിക്കും. അവിടെ അതിനുള്ളിൽ തന്നെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളെല്ലാം ഉണ്ട്. അത് വെച്ചിട്ടാണല്ലോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ആഭ്യന്തര കലാപത്തെ നേരിടുകയാണ് പാകിസ്ഥാൻ. എങ്ങനെ ഈ പാകിസ്ഥാൻ ഇത് എങ്ങനെ പിടിച്ചത്? ഈ നാട് അധികം താമസിയാതെ കുട്ടിച്ചോറാവുമെന്നാണ്. തീർച്ചയായിട്ടും അവിടെയാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു വിലയിരുത്തൽ. കാരണം ജനാധിപത്യ ഇന്ത്യയിൽ, മതേതരത്വ ഇന്ത്യയിൽ
ജനങ്ങൾ പല കോലത്തിലുള്ള ആളുകൾ, ഇവിടെ വർഗീയത പറഞ്ഞു നടക്കുന്ന ആളുകൾ, ഇതെല്ലാം ഉള്ളപ്പോഴും ഇതിനെ എല്ലാം നമ്മൾ ഖണ്ഡിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഇന്ത്യൻ ജനത ഒന്നാണെന്ന്, ഈ ഒരു വിഷയത്തിൽ ഒന്നാണ്. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് മാറ്റങ്ങളില്ല, ഇവിടെ ഭിന്നിപ്പില്ലല്ലോ. കാരണം നമ്മളെ ഇവിടെ ആക്രമിക്കാൻ വരുന്ന ഏതവനായാലും ഇനിയിപ്പം ഏത് തന്നെ രാജാവ്, തലക്കെട്ട് രാജാവ് ഇവിടെ വന്ന് നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനത ഒന്നായിട്ട് തന്നെ നേരിടുന്നതിനുള്ള യാതൊരു സംശയമില്ല. അതാണ് ഇന്നലത്തെ സർവകക്ഷി യോഗത്തിൽ വീണ്ടും പ്രതിപക്ഷ കക്ഷികളെല്ലാം എടുത്ത തീരുമാനങ്ങൾ. അതെല്ലാം ഇന്ത്യയിലെ ജനതയാണ്. ഇപ്പൊ നാളെ ചെന്നൈയിൽ നടക്കാനിരിക്കുന്ന വലിയൊരു മഹാറാലി തന്നെ നടക്കാൻ പോകുന്നു. എന്തിനാണ്? ഇന്ത്യൻ ആർമിക്ക്, ഇന്ത്യൻ മിലിറ്ററിക്ക്, ഇന്ത്യൻ പട്ടാളത്തിന് അവിടുത്തെ ജനതയുടെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു വലിയ റാലിയാണ് നാളെ ചെന്നൈയിൽ നടക്കാൻ പോകുന്നത്. അതിശയകരമായ സംശയമില്ല. കാര്യം മോദിയോടോ മോദിയുടെ ഭരണത്തോടോ അഭിപ്രായ വ്യത്യാസമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കണ്ടേക്കാം. അത് വേറെ കാര്യമാണ്, രാജ്യത്തിനുള്ളിൽ നിൽക്കുന്ന കാര്യമാണ്. പക്ഷേ രാജ്യത്തിനെ ഒരു പൊതുശത്രു ആക്രമിക്കുമ്പോൾ നമ്മൾ രാജ്യത്തോടൊപ്പമാണ്, ജവാന്മാരോടൊപ്പമാണ്, ഭരണകർത്താക്കളോടൊപ്പമാണ്. കാര്യത്തിൽ സംശയമില്ല. കാരണം പോരാ നാളിൽ ദൂരെ ഉയരട്ടെ ഭാരതാഷ്മ ലക്ഷ്മിയുടെ പൊൽപതാകകൾ എന്ന് കവി പറഞ്ഞതുപോലെ തന്നെ ഓരോ ഭാരതീയന്റെയും നെഞ്ച് മിടിക്കുന്ന സമയമാണ് ഇത്. നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുകയാണ്. അത് അതിർത്തിയിൽ നിൽക്കുന്ന മട്ടാളക്കാരന്റെ നെഞ്ചെടുപ്പ് നമ്മൾ ഏറ്റെടുക്കുകയാണ്. അവരുടെ കുടുംബത്തോടെ നമ്മൾ നിൽക്കണം, അവരോടൊപ്പം നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇതിനെ ന്യായീകരിക്കാനുള്ള ഒരു സാധ്യത. ഇത് പാകിസ്ഥാൻ ഇരന്നു വാങ്ങിയ ഒരു സംഭവം തന്നെ. യുദ്ധം ഒരു രംഗത്ത് വിജയിച്ചു നിൽക്കുമ്പോൾ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിലും അന്താരാഷ്ട്ര രംഗങ്ങളിലും ഇന്ത്യയുടെ നയതന്ത്രം അതിശക്തമായി വിജയിച്ചു നിൽക്കും. അതുകൊണ്ടാണല്ലോ ഒരു രാഷ്ട്രം ഒന്നും അഭിപ്രായം പറയുന്നില്ല. കാരണം നമ്മൾ കറക്റ്റ് തെളിവോട് കൂടിയിട്ടാണ് ആദ്യത്തെ തന്നെ നമ്മുടെ പ്രതികരണം നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. ആരുടെയാണ്? ജെയ്ഷെ മുഹമ്മദിന്റെ താവളം, അവിടെ ടെററിസ്റ്റുകളെ വളർത്തിയെടുക്കുന്ന ഒരു താവളമാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു വെച്ചിരിക്കുകയാണ്. ആ കറക്റ്റ് പോയിന്റിൽ അവന്റെ ആ സ്ഥാപനത്തിന്റെ നേരെയാണ് ഇട്ടിരിക്കുന്നത്. തൊട്ടടുത്തുള്ള ആരും എടുത്തിട്ടില്ല, സിവിലിയൻ മരിച്ചിട്ടില്ല, ഒരു സിവിലിയന്റെ മേലും നമ്മൾ ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ വേറെ ആക്രമണം നടത്തില്ല. അവരിങ്ങോട്ട് പിന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് പിന്നെ പ്രതികരിക്കേണ്ട ഒരു അവസ്ഥ വരും. ഇപ്പൊ ഒരാൾ കൂടി ഒരാളെ അടിക്കുമ്പോൾ തിരിച്ചൊരാൾ ഒരു അടി കൊടുത്തു, അതവൻ വാങ്ങി, അല്ലെങ്കിൽ മറ്റോ അടിച്ചവൻ കൊണ്ടു, അത് അവിടെ തീരുന്നു. പക്ഷെ വീണ്ടും കൂട്ടമായി ആക്രമിക്കാൻ വരുമ്പോൾ ആ സൈഡിലും ഈ സൈഡിലും ഉണ്ടാവുമല്ലോ. തലസ്ഥാന നഗരമായി ഇസ്ലാമാബാദിന്റെ അടുത്ത് വരെ നമുക്ക് അടിക്കാൻ കഴിഞ്ഞു. അത് അവർ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ അവർക്ക് എന്തായിരുന്നു അത്ര പ്രതീക്ഷ? സത്യത്തില് ചൈന അവരുടെ കൂടെ നിൽക്കുമെന്ന് അവർ പ്രതീക്ഷിച്ച പോലെ അത് വെറും മൂടത്ത. അത് ഒരു രാഷ്ട്രം ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗഹൃദങ്ങൾ ഉണ്ടാകാം, മത്സരങ്ങൾ ഉണ്ടാകും, ഇതൊക്കെ ഉണ്ടാകാം. അത് സാമ്പത്തികം കിട്ടുന്ന സമയം വരെയുള്ളൂ. ഒരു ഇഷ്യൂസിലേക്ക് ചാടാൻ ആരും തയ്യാറാവില്ല. ചൈന എന്ന് പറയുന്ന ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു വികസിത രാജ്യമാണ് ചൈന. ചൈനയിൽ ഇന്ന് നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ ഇതിൽ 50 വർഷം മുന്നേ കഴിഞ്ഞു വരാനിരിക്കുന്ന ഓരോ ലൊക്കേഷനുകൾ നമുക്ക് കാണാൻ കഴിയും. അതായത് ഓരോ വികസനങ്ങൾ കാണാൻ കഴിയും. ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ ഓരോ പാലങ്ങൾ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ കടലിന്റെ അടിയിലുള്ള പാതകൾ ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ചിന്തിച്ചു വേണമെങ്കിൽ നമ്മളെ പോലെയുള്ള രാഷ്ട്രങ്ങൾ ചെയ്യണമെങ്കിൽ വർഷങ്ങൾ വേണ്ടി വരും. അത് ഇപ്പോഴും ചൈനയിൽ ഭയങ്കര വികസിതമാണ്. അങ്ങോട്ട് അവരെ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക, ടൂറിസ്റ്റുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും ഒരു പാകിസ്ഥാൻ ഇങ്ങനെ ഇത് ആക്രമിക്കപ്പെടുന്നു അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നു പറഞ്ഞുകൊണ്ട് അവരെല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് അവരുടെ സന്നാഹമൊത്തോടെ കൊണ്ടിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധത്തിനൊന്നും അവർ വരത്തില്ല. അവർ പൊട്ടന്മാരൊന്നുമല്ല. അല്ല, അതാണല്ലോ അവസാനത്തെ തീരുമാനം അവർ അറിയിച്ചത്. സൈനികമായ ഒരു നടപടിക്ക് ഞങ്ങളില്ല, അല്ലെങ്കിൽ പിന്തുണയ്ക്ക് ഞങ്ങളില്ല, മറ്റെന്തെങ്കിലും. പക്ഷെ തുർക്കിയുടെ മിസൈലാണ് ഇന്നലെ തൊടുത്തതും ഡ്രോണുകൾ തുർക്കിയുടേതാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എത്രമാത്രം വാസ്തവം നമുക്ക് അറിഞ്ഞൂടാ. ഏതായാലും തുർക്കി സഹായവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പം അമേരിക്ക കൂട്ടുനിന്നുകൊണ്ട് പല രാഷ്ട്രങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പം നമ്മൾ ഉക്രൈൻ തന്നെ എടുത്തു നോക്കാം. ഉക്രൈൻ അമേരിക്ക നോക്കിക്കഴിഞ്ഞാൽ ഏത് സമയത്തും അവിടുത്തെ വിഷയങ്ങൾ നിർത്താനുള്ള കാര്യമുള്ളൂ. ചെറിയൊരു രാഷ്ട്രമാണ്. എത്ര നാളായി? 1 വർഷം കഴിയാൻ പോയ യുദ്ധം. 1 വർഷമല്ല, 1 വർഷം 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞു യുദ്ധം തുടങ്ങിയിട്ട്. അപ്പം അവിടുത്തെ ഒരു യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് തയ്യാറാകത്തിന്റെ കാരണം ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന, അതായത് മിസൈലുകൾ, ബോംബുകൾ ഉണ്ടാക്കുന്ന ഇത് ഫാക്ടറികൾ ഒരുപാടുണ്ട്. അമേരിക്കയിലും ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. ഇത് വിറ്റൊഴിക്കാന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നമ്മൾ തന്നെ ഇപ്പൊ വേറെ ഒരു സിമ്പിൾ കാര്യം പറയാം. നമ്മളിപ്പോ 5 റാഫേൽ വിമാനം വാങ്ങാൻ പോകുന്നുണ്ട്. ഈ 5 റാഫേൽ വിമാനത്തിന്റെ റേറ്റ് എത്രയാണ്? അപ്പൊ അവൻ അവിടെ ഇരുന്നുകൊണ്ട് ഇത് വിറ്റ് തീർക്കുക എന്നുള്ള ലക്ഷ്യം അവർക്കുണ്ട്. അത് അങ്ങേക്ക് അറിയാലോ, ലോകത്തെ ഏറ്റവും വലിയ കച്ചവടം എന്ന് പറയുന്ന ആയുധക്കച്ചവടമാണ്. ഇപ്പൊ രണ്ടാമത് ലഹരി കച്ചവടമായി മാറിയിട്ടുണ്ട്. രണ്ടാമത് ലഹരി കച്ചവടമാണെന്നാണ് പറയുന്നത്. അത് പോട്ടെ, ഈ ആയുധ കച്ചവടം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിന് അപ്പുറത്ത് പണത്തിന്റെ ഇടപാടാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും സമ്പന്നമായ രാഷ്ട്രങ്ങൾ, ഇത് സെയിൽ ചെയ്യുന്ന രാഷ്ട്രങ്ങൾ ഒരിക്കലും യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ സമാധാന ചർച്ചയ്ക്ക് പോകാറില്ല. പോയി കഴിഞ്ഞാൽ അവന്റെ സാധനം വിറ്റഴിക്കില്ല. അപ്പൊ ഇന്നിപ്പോ നമ്മള് 10 കോടിയുടെ അല്ലെങ്കിൽ 1000 കോടിയുടെ മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റോ 2000 കോടിയുടെ മേടിക്കണം.
അപ്പൊ ഇന്നിപ്പോ നടക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതൊന്നും നടപടിയുള്ള കാര്യമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം അവിടുത്തെ ഒരു വർഷത്തിന് ഇപ്പുറത്തേക്ക് അവിടുത്തെ വിലക്കയറ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്ക പോലെയാണ് നിൽക്കുന്ന നിലവിൽ. 1 ലിറ്റർ ഡീസലിനും പെട്രോളിന്റെ വില 250 മേളിലാണ്. 1 കിലോ അരി വാങ്ങണമെങ്കിൽ 100 മേളിലാണ് ഇവിടുത്തെ കാശ് കൊടുക്കണം, 150 രൂപയാണ് വില കൊടുക്കണം. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും വിലക്കയറ്റത്തോട് കൂടിയിട്ടും പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഈ രാജ്യം ഒന്നല്ലെങ്കിൽ ഇവർക്ക് യുദ്ധമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാകാം. കാരണം ഇത് രാജ്യം മുന്നോട്ട് പോകണമല്ലോ, പോകുന്നില്ല. അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ ഇപ്പൊ നിലവിലിരിക്കുന്ന ഭരണാധികാരികൾ എന്ത് ചെയ്യും? വലിച്ചിറക്കിയിട്ട് നാട് റോഡിലിട്ട് അടിക്കും. ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് അടിക്കണ ഈ ഭരിച്ചത് എന്താണെങ്കിലും ഒരു ശരിക്കും പറഞ്ഞ ഒരു ഭരണാധികാരി എടുക്കേണ്ടതായ യാതൊരു കാഴ്ചപ്പാടുമില്ലാത്ത പോക്കാണ് പാകിസ്ഥാൻ പോകുന്നത്. ഏതായാലും ഈ സംഭവത്തിന് ശേഷം ഏപ്രിൽ 22 സംഭവത്തിന് ശേഷം പാകിസ്ഥാൻ എന്ത് നടപടി എടുത്താലും അത് ഉചിതമായിരിക്കുകയില്ല, ഒന്നും ആയിരിക്കില്ല. അവർ ചെന്ന് വീണ്ടും കുഴപ്പത്തിലേക്ക് വീഴുക മാത്രമേ ഉള്ളൂ. ഞാൻ മറ്റൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത്. പലപ്പോഴും നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പേരിടാറുണ്ട്. ഈ തവണ കുറെ കൂടി അർത്ഥവത്തായ പേരായിരുന്നു അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഒപ്പം തന്നെ 2 സൈനിക മേധാവികളായ 2 ലേഡീസിനെ, 2 വനിതകളെ വെച്ചുകൊണ്ടാണ് ആദ്യം പത്രസമ്മേളനം വെച്ചത്. അത്തരം സമ്മേളനം. അപ്പൊ ഇത് ഇന്ത്യ നമ്മളൊരു സൈനിക വിജയം മാത്രമല്ല, അന്താരാഷ്ട്ര രംഗത്ത് നമ്മൾ ആശയപരമായ ഒരു വിജയം കൂടി ഉദ്ദേശിക്കുന്നുണ്ടോ? അതിനകത്ത് ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട സൈനികൻ കല്യാണം കഴിച്ചിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹത്തിന്റെ ബോഡിയോട് ചേർന്ന് കരയാണ്, എന്നെയും കൂടെ വെടിവെച്ച് കൊല്ല്, നിങ്ങളെ വെടിവെച്ച് കൊല്ലുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഹിന്ദു ആചാരപ്രകാരം, അതായത് സിന്ദൂർ എന്ന് പറയുന്ന നമ്മുടെ ഒരു വാർത്താ ചാനൽ പറയുന്നത് കേട്ടതിന്റെ ഒരു ഇതിൽ തന്നെ പറയുന്നതാണ്. അവര് ഈ സിന്ദൂരം അതവര് മാച്ചു കളയേണ്ട ഭർത്താവിന് വേണ്ടി തൊടുന്നതാണ്. അപ്പൊ ആ ഒരു പേരിൽ ആ ഒരു ഇന്ത്യയുടെ, അതായത് ഇന്ത്യയുടെ ജവാന്മാർക്ക് ഏറ്റവും ഒരു കിട്ടാവുന്ന ഒരു അംഗീകാരത്ത് ഒരു പേരാണ് ഇന്ത്യൻ സ്ത്രീയുടെ ഐഡന്റിറ്റി. അതായത് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ സ്ത്രീകളുടെ ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമാണ് ഹിന്ദു വനിതകളുടെ. അതാണ് മായ്ച്ചത് ആ മരണത്തിലൂടെ സംഭവിച്ചത്. അപ്പൊ ആ പേര് വളരെ അർത്ഥവത്താണ്. അതൊരു വലിയ സന്ദേശമാണ്, തീർച്ചയായിട്ടും വലിയ മെസ്സേജാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും ഇനി അത് മറക്കാൻ പറ്റാത്ത ഒരു പേരുമായി മാറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബ ജീവിതത്തിലേക്ക് അവർ കയറി വരുന്നതിന് മുമ്പ് രാജ്യത്തിന്റെ സുരക്ഷാ ഭടനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിർത്തികൾ കാത്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ മനസ്സിൽ 100 സ്വപ്നങ്ങളുമായാണ് അവർ വിവാഹത്തിലെത്തിയത്. അപ്പൊ അതിൽ നിന്നൊരു ഒരാഴ്ച മാത്രം തികഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിന് കൊല ചെയ്യപ്പെട്ട ഒരു അവസ്ഥ. അപ്പൊ അതിന് ആ ഒരു പേരിൽ അത് ചെയ്യപ്പെട്ട ഗവൺമെന്റ് എടുത്ത്, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് എടുത്ത തീരുമാനം അത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും വനിതകൾക്ക് വേണ്ടി ഒരു വനിതയുടെ പ്രശ്നമായിട്ടാണ് അത് ഉയർന്നു വന്നതെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ വനിതകളുടെ അഭിമാനമായി മാറുകയും അതുപോലെ വാർത്താ സമ്മേളനം നടത്തിയ അവിടെ ഈ ബോംബ് അവിടെ ഇടുവാൻ വേണ്ടിയിട്ട്, മിസൈൽ അടിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ അവർ കറക്റ്റ് ലൊക്കേഷൻ എടുത്ത് കറക്റ്റ് ചെയ്ത് കറക്റ്റായ രീതിയിൽ ആ സ്ഫോടനം അവിടെ നടത്തിയ അവർക്ക് വിദേശത്ത് പോയി അവർക്ക് പ്രത്യേക പരിശീലനം ഉണ്ട്. പക്ഷെ എന്നാലും അത് ചെയ്തല്ലോ. അത് 2 വനിതകൾ കൂടി ചെയ്തെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും. തീർച്ചയായിട്ടും വനിതാ ശാക്തീകരണത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ അതൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. നമുക്ക് അതൊക്കെ എന്നും ഇന്ത്യയുടെ തങ്കലിവികളാൽ നമുക്ക് ഇവിടെ കുറിക്കപ്പെടുന്ന ഒരു അപ്പൊ മാറുന്ന ഇന്ത്യയാണ് ഇതൊക്കെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും മാറുന്ന ഇന്ത്യ, നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യ അല്ല. ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഇന്ത്യ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഈ തറകൾ ഉറപ്പിച്ച കയറി വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ തറയൊന്നും പെട്ടെന്ന് ആർക്കും ഇളക്കാൻ കഴിയില്ല. ആ തറ ഉറപ്പിച്ച് കയറി വന്നിരിക്കുന്ന ഇന്ത്യയിൽ ഇന്ത്യൻ സംഭവങ്ങൾ ഉണ്ടെന്ന് ഇന്ത്യൻ്റെ ശാസ്ത്രജ്ഞന്മാർ ഇവിടെ നൽകിയിട്ടുള്ള സംഭാവനകളൊക്കെ ലോകം മൊത്തം വായിച്ചിട്ടുള്ളതാണ്. വായിക്കാതെ പോയത് പാകിസ്ഥാൻ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ആ കാര്യത്തിലും അങ്ങ് പറഞ്ഞാൽ ഒത്തിരി വസ്തുതയുണ്ട്. ഒരു മഹാഗ്രഹത്തിന് ചുറ്റും ചിതറിക്കിടക്കുന്ന ചിഹ്നഗ്രഹങ്ങൾ പോലെ നമ്മുടെ രാജ്യത്തിന് ചുറ്റും ചിതറിക്കിടക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ. ആ രാജ്യങ്ങളുടെ ഭരണ സംവിധാനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മതി, ഈ കാര്യം മനസ്സിലാവും. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് സ്ഥിരമായ ഒരു ഭരണ സംവിധാനം. അത് രാഷ്ട്രീയ കക്ഷികൾ മാറി മാറി ഭരിച്ചേക്കാം. അങ്ങനെ ഭരിച്ചാൽ നിലനിർത്തിയിരിക്കുന്ന ഭരണഘടന നമുക്ക് ലോകത്തെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള അതിശക്തമായ, ഒരുപക്ഷെ അതിബൃഹത്തായ ഒരു ഭരണഘടനയാണ് നമ്മുടെ. ആ ഭരണഘടനയിൽ നമ്മൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നുണ്ട്. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ മുദ്രാവാക്യം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ബഹുസ്വരതയും ഇന്ത്യയിൽ ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഒരു ഏകോദര സോദരർ നാം ഏവരും, എല്ലാ ജീവികളും എന്ന് പറയുന്നത് പോലെ നമ്മൾ കഴിയുന്നത് ഈ ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് ഇന്ത്യ ഒരുപക്ഷെ ചിഹ്ന ഭിന്നമായി പോകുമെന്നും ഇന്ത്യ ഭിന്നമായി നിന്ന് ഈ കാര്യങ്ങൾ വീക്ഷിക്കുന്നുവെന്നൊക്കെ ധരിച്ച് വശായ ആളുകൾക്ക് തെറ്റിപ്പോയി. അത് ഒരുപക്ഷെ പാകിസ്ഥാനിലെ ഈ ഭീകരവാദികൾക്കും തെറ്റിപ്പോയിട്ടല്ലേ?
തീർച്ചയായിട്ടും അവർ മണ്ടന്മാരാണ്. അവര് ഇപ്പോഴും ഈ 21-ാം നൂറ്റാണ്ടിലല്ല ജീവിക്കുന്നവര്. അവര് അങ്ങനെ ജീവിക്കുന്ന ഈ രാജ്യത്ത് ഇതുപോലെ നടപടിയുള്ള കാര്യമാണ്. ഒരു രാജ്യത്ത് നടക്കത്തില്ലല്ലോ. അപ്പൊ അതൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന ഭരണാധികാരികൾ കയറി വരിക എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ അവർ അർഹിക്കുന്ന സംഭവം അവർക്ക് വാങ്ങിക്കുന്നു എന്ന് മാത്രമേ. അമേരിക്ക പോലും തലയ്ക്ക് വില പറഞ്ഞിരുന്ന ഭീകരനാണ് കൊല്ലപ്പെട്ടത്. ആ. അപ്പോ ഈ കാര്യത്തില് അമേരിക്കയൊക്കെ വളരെ സന്തോഷിക്കുന്നു. അമേരിക്ക സന്തോഷിക്കുകയല്ല. അമേരിക്ക ഇപ്പോ നമ്മുടെ മിലിറ്ററിയുടെ മുന്നിൽ ഞാൻ പറയുമ്പോൾ നമ്മുടെ ഇപ്പൊ അടുത്ത് നടന്ന സംഭവങ്ങളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക പോലും തലയൊന്ന് കുനിക്കേണ്ട ഒരു അവസ്ഥയിലുണ്ട്. കാരണം അമേരിക്ക പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നമ്മൾ ചെയ്തത്. അമേരിക്ക വില പറഞ്ഞിട്ടെങ്കിൽ പോലും അമേരിക്ക ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം ബില്ലാദിനെ അവര് പാകിസ്ഥാനിൽ വെച്ച് തന്നെ വധിച്ചു എന്ന് പറയുന്നുണ്ട്. വധിച്ച് പറയണുള്ളൂ. അതും അവർക്ക് നേരിട്ട് വധിക്കാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്കറിയില്ല. അത് ഇനി കാശുമായ ചിത്രങ്ങളുണ്ട്. അതിപ്പോ എന്തുവാണെന്ന് അറിയില്ല. അപ്പൊ എന്നിരുന്നാൽ പോലും അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇങ്ങനെയുള്ള ടെററിസ്റ്റുകളെ വളർത്തിയെടുക്കുന്നതിൽ ഈ രാജ്യം, ലോകം തന്നെ നമുക്ക് എന്താണ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിന് ചെറുക്കണമെന്നാണ് എൻ്റെ ഇന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുടെ കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ട് നമുക്ക് തോന്നുന്നു. ഈ കാശ്മീരാണ് സത്യത്തിൽ ഈ പാകിസ്ഥാന്റെ ഉറക്കം കിടന്നത്. അന്ന് തന്നെ ഈ 1947 കരാറ് തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഈ കാശ്മീർ പാകിസ്ഥാൻ അവകാശപ്പെട്ടതായിരുന്നു. അന്ന് നമ്മൾ ചോദിച്ചത് എന്ന് പറഞ്ഞാൽ അവർക്കത് വേണമെന്ന് അവർ ശഠിച്ചതായിരുന്നു. അപ്പോൾ അത് അവകാശപ്പെട്ടു എന്നുള്ള വാക്കല്ല ഞാൻ ഉദ്ദേശിച്ചത്, ശഠിച്ചു വേണമെന്ന് ശാഠ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ കൊടുക്കുമായിരുന്നില്ല. അത് നമ്മുടെ തലയായിരുന്നു, നമ്മുടെ നെറുകയായിരുന്നു. ആ നെറുക കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടാൻ അന്നത്തെ ജവഹർലാൽ നെഹ്റു സമ്മതിച്ചിരുന്നില്ല. കാരണം അത് വളരെ ശക്തമായ നിലപാടായിരുന്നു അദ്ദേഹത്തിന്റെ. ആ നിലപാട് കൊണ്ടാണ് കാശ്മീർ ഇപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നത്. പ്രത്യേക പദവി കൊടുത്താണെങ്കിലും കാശ്മീർ നിലനിർത്താൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പോ ഏതായാലും ആ കാശ്മീരിൽ ഇന്നലെ അതിന്റെ അതിർത്തികളിൽ നടന്ന മുഴുവൻ ഷെല്ലാക്രമണത്തിന് ശേഷം ഇന്ന് കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഒരു വണ്ടിയിൽ ഒരു സാധാ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് കാറിൽ അതിലൂടെ സഞ്ചരിച്ച് അവിടെ അക്രമത്തിൽ പരിക്കേറ്റ ആളുകൾ പോയി ഹോസ്പിറ്റലിൽ പോയി കാണുന്നു. മന്ത്രിമാരുൾപ്പെടെ ആളുകൾ പോകുന്നു. ഇതെല്ലാം അവിടുത്തെ ജനതയുടെ ഒരു വിശ്വാസം, എന്തൊരു ആത്മവിശ്വാസമാണ്. ഇത് ആരിലാണ് വിശ്വസിക്കുന്നത്? ഇന്ത്യൻ ജവാന്മാരിലാണ് വിശ്വാസം, ഇന്ത്യൻ ഭരണകൂടത്തിൽ. അവിടെ കാൽക്കാൻ നിൽക്കുന്ന ആളുകൾ ഞങ്ങളെ സംരക്ഷിക്കും, നമ്മുടെ നാടിനെ സംരക്ഷിക്കും. ആ ഒരൊറ്റ കാഴ്ചപ്പാട് മാത്രമാണ്. അതേ സമയത്ത് ഈ പാകിസ്ഥാനിലുള്ള ഇറങ്ങി നടക്കൂ ഇല്ല. അല്ല, അവിടുത്തെ പ്രധാനമന്ത്രി സൈനിക മേധാവി ബംഗറിലാണ്. അപ്പൊ അതേ സമയത്ത് ഇവിടുത്തെ സാധാരണ ചായക്കടക്കാരൻ രാവിലെ ചായ തുറക്കുന്നു, പത്രം വായിക്കുന്നു. നമ്മുടെ പത്രപ്രവർത്തകര് ഷെല്ലാക്രമണത്തിനിടയിലൂടെ, നാശനഷ്ടങ്ങൾക്കിടയിലൂടെ നടന്നുകൊണ്ട് ദൃശ്യങ്ങൾ മൊത്തം ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുന്നു. ഇതെന്തുകൊണ്ട് അവർക്ക് കഴിയുന്നില്ല? അവിടെ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു, അവിടെ ഒരു ജനാധിപത്യമല്ല. അവിടെ ഈ പറഞ്ഞുള്ള ഒരു ടെററിസ്റ്റുകളുടെ കയ്യിൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ടെററിസ്റ്റുകൾ ചിന്തിക്കുന്നതിനും അവിടെ നടപ്പാക്കുന്നത്. എന്നാൽ അവിടെ ഒരുപാട് ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, അതുപോലെ എഞ്ചിനീയർമാരുണ്ട്, ഒക്കെ ഉണ്ട്. ഒരുപാട് ഉന്നത ജോലികളിൽ എടുക്കുന്ന ആളുകളും ഉണ്ട് അവിടെ. പക്ഷെ അതെല്ലാം പുറം രാജ്യങ്ങളിൽ കൂടെ, വിദേശ രാജ്യങ്ങളിൽ കൂടെ അവർ വർക്ക് ചെയ്യുന്നത്. ആ നാടിനെ എന്തുകൊണ്ട് ഇവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല? അവിടെയാണ് നമ്മുടെ ഒരു സംശയം മൊത്തം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അവിടെ ഈ പറയപ്പെടുന്ന ടെററിസ്റ്റുകളുടെ ഒരു കേന്ദ്രമല്ലേ 47 തൊട്ടേ ഒരു ജനാധിപത്യത്തെ കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോലുമില്ല. അവർക്ക് അങ്ങനെ ആവില്ല, അങ്ങനെ ആവാതെ. കാരണം അങ്ങനെ കഴിയുമായിരുന്നു. അപ്പൊ ജിന്ന രാജ്യം ഭഗത്ത് വാങ്ങി കൊണ്ടുപോകുമ്പോൾ തൊട്ട് ആ അന്നത്തെ വിത്ത് പാകിയത് ഒരർത്ഥത്തിൽ ഒരു ജനാധിപത്യ മതേതര സംവിധാനം ആയിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നത്. എല്ലാ സംവിധാനവും പൊളിച്ചെഴുതി ഭീകരന്മാർക്ക് വളരാനുള്ള സംവിധാനമായി മാറി. അപ്പോൾ എല്ലാ രാജ്യവും ഇങ്ങനെ ഭീകര സംവിധാനത്തെ എതിർക്കുന്ന, ജനാധിപത്യ രാജ്യങ്ങൾക്ക് എതിർക്കുന്ന ഒരു സംവിധാനമായി മാറി. അങ്ങനെ മാറുകയും പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണ്. പാകിസ്ഥാൻ ഇപ്പോൾ അന്താരാഷ്ട്ര രംഗത്ത് ഒറ്റപ്പെടുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ടെററിസ്റ്റുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ആരും തയ്യാറല്ല. കാരണം ഒരു രാഷ്ട്രവും മാന്യമായി ജീവിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ജനത്തിനോട്, അവിടുത്തെ ജനതയോട് നീതി പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണാധികാരിക്കും ഇതിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല. അപ്പൊ അതെല്ലാം അവർ പുറന്തള്ളപ്പെടുകയുള്ളൂ. സമയത്തിന്റെ പരിമിതി കൊണ്ട് അവസാനമായി ഇതൊരു യുദ്ധത്തിലേക്ക് പോകുമെന്ന് അങ്ങ് വിചാരിക്കുന്നു? ഒരിക്കലും പോകരുത് എന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. കാരണം ആഗ്രഹവും അതാണ്. കാരണം നമുക്ക് ഒരുപാട് ഇനിയും മുന്നോട്ട് വളരേണ്ടതുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്യുവാനുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ വളർച്ച എവിടെ എത്തിയിട്ടില്ല, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ നമുക്ക് യുവാക്കളുണ്ട്, നമ്മുടെ കൂട്ടുകുടുംബങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെ കൈപിടിച്ചുയർത്താൻ, നമ്മളിപ്പോൾ നമ്മുടെ ഈ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അതിർത്തി കാക്കുന്ന സൈനികർക്ക് പിന്തുണ കൊടുക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് വളർന്നു വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു യുദ്ധമല്ല, ഒരു ചെറിയൊരു അടികൾ മാത്രമാണ്. അത് ചർച്ചയിൽ കൂടി, അതിന് വേണ്ടുന്ന ആളുകൾ ബന്ധപ്പെട്ട് ചർച്ചയിൽ കൂടി പരിഹരിക്കണമെന്നാണ്
ഞങ്ങളുടെയൊക്കെ നമ്മുടെ ഇന്ത്യക്കാരായ മുഴുവൻ ജനത്തിന്റെയും ആഗ്രഹം. പാകിസ്ഥാന് മാത്രമുള്ള ഒരു മറുപടിയായി അങ്ങ് ഇതിനെ കാണുന്നുണ്ടോ? പാകിസ്ഥാന് മാത്രമുള്ളൊരു മറുപടിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നമ്മൾ കൊടുത്തിരിക്കുന്ന മറുപടികൾ എല്ലാവരും ഒന്ന് ആലോചിക്കേണ്ടതുണ്ടാവും, ചിന്തിക്കുകയും ചെയ്യണം. നമ്മുടെ ശത്രുരാജ്യങ്ങളെല്ലാം എല്ലാവരും പിന്നല്ലേ, തീർച്ചയായിട്ടും അത് ആ രീതിയിലേക്ക് വേണം. ആ രീതിയിലേക്ക് അവർ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് ആദ്യത്തെ തന്നെ ദിവസത്തെ. പാകിസ്ഥാനെ ദൈവം രക്ഷിക്കട്ടെ എന്നാണ് പാർലമെന്റിൽ അവരുടെ ഒരു MP പറഞ്ഞത്. പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് കരഞ്ഞ് പറയുകയുണ്ടായി. അത് ചില തിരിച്ചറിവുള്ള ആളുകളും അവർക്കിടയിൽ ഉണ്ട് എന്നാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെയൊന്നും വളരാൻ അനുവദിക്കില്ല. തീർച്ചയായിട്ടും ഉണ്ടാവില്ല. കാരണം ആ രീതിയിലാണല്ലോ അത് മോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ രാഷ്ട്രം. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയി ഇരു രാജ്യങ്ങളുടെ നാശനഷ്ടങ്ങൾ, ചെറിയ രാജ്യമാണെങ്കിൽ പോലും ചെറിയ നാശനഷ്ടങ്ങളൊക്കെ ഒരുപക്ഷെ അങ്ങോട്ട് ഉണ്ടാക്കാനൊക്കെ കഴിയും. നമുക്ക് ആ തരം നാശനഷ്ടങ്ങൾ അല്ല ആവശ്യം. നമുക്ക് യുദ്ധത്തിൽ വലിയ പരാജയമോ വിജയമോ അല്ല, നേരെ മറിച്ച് ഇതൊരു വലിയ നാശനഷ്ടങ്ങളിലേക്ക് ഒക്കെ പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എത്രയും വേഗം ഇത് അവസാനിക്കണം. ഇതൊരു യുദ്ധമല്ലെങ്കിൽ പോലും ഈ തമ്മിലടി അവസാനിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് അങ്ങ് വന്നതിന്, ഇതിനെക്കുറിച്ച് സംസാരിച്ചതിന്. ഗംഗയാർ ഒഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാതപമുണ്ടായി വരും. ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതു മാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ വരികളാണ്. ഇതിനകത്ത് ഗാന്ധിജിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഭാരതത്തിൻ്റെ പൈതൃകത്തിനും പാരമ്പര്യത്തിനും വലിയ ഊന്നലാണ് വള്ളത്തോൾ നൽകിയിരിക്കുന്നത്. ഇതാണ് ഈ രാജ്യത്തിൻ്റെ പൈതൃകമെന്നിരിക്കെ, ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായി ഇന്ത്യ ഇരിക്കുന്നു എന്നിരിക്കെ എന്തിനാണ് ഇവിടെ വിള്ളലുണ്ടാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്? കാരണം ഇന്ത്യയുടെ ഹൃദയം മതേതരമാണ്. ഇതിനെ പൊളിക്കാൻ ഒരു ഛിദ്രശക്തിക്കും ഒരു ഭീകര സംഘടനയ്ക്കും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. നന്ദി, നമസ്കാരം.